17 സെന്റിൽ 2500 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് അവർ തീർത്തിരിക്കുന്നത്. ഒരു ബ്ലൈൻഡ്സ് അല്ല പ്രോപ്പർലി, അപ്പം അത് ഓൾറെഡി പൊടിയൊന്നും കയറാതിരിക്കാനായിരിക്കും അല്ലേ? ഷട്ടേഴ്സിന്റെ ആ ഭംഗി അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ടേബിളിലേക്ക് ഡിപ്പ് ഡൗൺ ചെയ്ത് കൊണ്ടുവരാൻ കുറച്ച് പണിയാണ്. ഇത്ര ഹൈറ്റ് ഒരു ചെറിയൊരു 1.5 ഫ്ലോർ ഹൈറ്റ് ഒക്കെ ആകുമ്പോൾ അത് നമുക്ക് ഹാങ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഫാൻ ഓൺ ചെയ്താലൊക്കെ ഈ ലൈറ്റ്സ് ഇങ്ങനെ ആടിപ്പോകുന്ന ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു G-റോഡ് കൊടുത്തിട്ട് അതിലങ്ങനെ ഫിക്സ് ചെയ്ത് ഒരു 3 സൈഡിലും വലിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ക്രോസ് വെന്റിലേഷനും കറക്റ്റായിട്ട് നടക്കും അല്ലേ? ബെഡ്റൂമിലോട്ട് പോകുന്ന വഴി സ്റ്റെയർ കേസ്. അപ്പോൾ ഇവിടെ ഒരു വലിയ മിറർ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയറും കൂടി വന്നുകൊണ്ട് കുറച്ച് നാരോ പാസേജ് ആണ്. അപ്പം പൊതുവെ മിറേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് തോന്നാൻ ഫീൽ ചെയ്യാം. 4 സ്റ്റെപ്പൊക്കെ കയറി വേണം നമ്മൾ അങ്ങോട്ട് കയറി പോകാനൊക്കെ. അതൊരു വേറെ രസമാണ് അല്ലേ? നമുക്ക് ആ ഒരു ബെഡ്റൂമിലോട്ട് കയറാം. മാസ്റ്റർ ബെഡ്റൂമാണിത്. നമസ്കാരം, ആർക്കിടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ചേരി ബേസ് ചെയ്തിട്ടുള്ള നെസ്റ്റ് ആർക്കിടെക്ട്സിലെ ആർക്കിടെക്ട് സഫയാണ് ഈ ഒരു ട്രഡീഷണൽ കൺസെപ്റ്റിലുള്ള വീട് ഡിസൈൻ ചെയ്തത്. എലിവേഷൻ നല്ല ഭംഗിയായിട്ട് കാണുന്ന രീതിയിൽ ഒരു എൽ ഷേപ്പിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 17 സെന്റിൽ 2500 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് അവർ തീർത്തിരിക്കുന്നത്. ഹായ്, വെൽക്കം ടു ആർക്കിടോക്സ്. താങ്ക് യു. നമ്മൾ മഞ്ചേരിയാണോ ബേസ് ചെയ്തിട്ടുള്ളത്? കാലിക്കറ്റ് റോഡിലാണ് നമ്മൾ ഓഫീസ് വരുന്നത്. മഞ്ചേരി ബേസ്ഡ് ആർക്കിടെക്ചർ ഫേമാണ് നമ്മൾ. എവിടെയൊക്കെയാണ് നമ്മൾ വർക്ക് എടുക്കുകയൊക്കെ ചെയ്യുന്നത്? മമ്പാട്ട്, നിലമ്പൂർ, ഇടക്കര ഈ സൈഡിലാണ് നമ്മൾ കൂടുതൽ പ്രോജക്ട്സ് ഉള്ളത്. നമ്മളല്ലാണ്ട് ഇപ്പം കാലിക്കറ്റ്, കണ്ണൂർ ചെയ്യുന്നുണ്ട് വർക്ക്. അതേപോലെ പാലക്കാട് നമ്മൾ ഒറ്റപ്പാലം നമ്മൾ വർക്ക് ഉണ്ട്. വളാഞ്ചേരി, വേങ്ങര ആ ഒരു സൈഡിൽ ത്രൂ ഔട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ചെന്നൈയിൽ നമ്മളൊരു 2 ഓൺഗോയിങ് പ്രോജക്ട്സ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയായിരുന്നു സ്റ്റഡീസും കാര്യങ്ങളൊക്കെ? ഞാൻ കാലിക്കറ്റ് നൈറ്റിലാണ് പാസ് ഔട്ട്. 2015 പാസ് ഔട്ടാണ്. ഒരു ഗ്രേയുടെ പല ടോൺസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതെ, ബ്ലാക്ക്, ലൈറ്റ് ഗ്രേ, ഡാർക്ക് ഗ്രേ ആ ഒരു പാറ്റേണിൽ. അതുപോലെ നമുക്ക് കാണാം ഒരു എൽ ഷേപ്പിലാണത് ഡിസൈൻ ചെയ്തേക്കുന്നത് അല്ലേ? മുൻപില് മാക്സിമം നമുക്ക് യാർഡ് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് നമുക്ക് ഫ്രണ്ട് യാർഡ് ആയിട്ട് കിട്ടുമല്ലോ. ബാക്കിലും സൈഡിലും ഒക്കെ ഒരുപാട് കൃഷി ചെയ്യാനുള്ള സൗകര്യത്തിന് സ്ഥലം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൗണ്ടറി വാളിൽ അത്യാവശ്യം വീട് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു എയറി ഫീല് വരുന്ന രീതിയിൽ ഒരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. റീൻഫോഴ്സ്മെന്റ് ഒക്കെ ഉപയോഗിക്കുന്ന വാർക്കക്കമ്പിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്ട്രക്ചറൽ പരിപാടിയുടെ ഒക്കെ ബാക്കി വന്ന സാധനങ്ങളൊക്കെ വെച്ചായിരിക്കും നിങ്ങൾ. അതുകൊണ്ട് പിന്നെ ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റ് ആകുമ്പോൾ മിനിമൽ രീതിയിൽ ട്രഡീഷണൽ ഇതിൽ ചെയ്തെടുത്തതാണ് നമ്മൾ. നമുക്ക് കാണാം റോഡ് ലെവലിൽ നിന്ന് കുറച്ച് കിളത്തിയിട്ടാണ് നമ്മളിത് ഫില്ല് ചെയ്തിട്ട് ചെയ്തതാണ്. ബാക്കിൽ വയലാണ് വരുന്നത്. മണ്ണ് ഫില്ല് ചെയ്ത് റോഡ് ലെവലിൽ നിന്ന് റൈസ് ചെയ്തിട്ട് ചെയ്തതാണ് ഈ പ്രോജക്റ്റ്. പിന്നെ മെയിൻ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പെഡസ്ട്രിയൽ എൻട്രിയും കൊടുത്തിട്ടുണ്ട്. കടപ്പ തന്നെ ഇത് പെഡസ്ട്രിയൻ സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ട് തന്നെ കടപ്പയിൽ വരുന്നുണ്ട്. ഇത് പിന്നെ ഒരു 2 ഫീറ്റ് ബൈ 2 ഫീറ്റിന്റെ കടപ്പ അല്ലേ? ഈ ഒരു ഭാഗത്ത് റോഡ് കുറച്ച് ഇതുണ്ട്, ഗ്രാവല് കിടപ്പുണ്ട്. അപ്പൊ അതിന്റെ ഒരു പൊടിയൊക്കെ പറന്നാണ് വീട് ഇപ്പൊ ഈ ഒരു അവിടെ പ്രോപ്പർ ടാറിങ് വരുമ്പോഴത്തേക്ക് ഓക്കെ ആയോ? അതിന്റെ പൊടി ഇവിടെ ഷെയ്ഡിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിൽ കാണാം ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ ഒരു ട്രഡീഷണൽ രീതിയിൽ വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഈ ഫേസ് ഈ സൈഡിലോട്ടും ആ സൈഡിലോട്ടും അതുപോലെ ഇങ്ങോട്ടും ഒക്കെ സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇതിന്റെ റൂഫിംഗ് ചെയ്തേക്കുന്നത്. സെറാമിക് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. സെറാമിക് ടൈലാണ് കൊടുത്തത്. നമ്മള് നാച്ചുറൽ ടെറാക്കോട്ട റൂഫിംഗ് ടൈലിന്റെ ഷെയ്ഡിൽ സെറാമിക് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പോർഷൻ ഇതൊക്കെ ഇങ്ങനെ തന്നെ ഓപ്പൺ ആയിട്ട് നോർമൽ രീതിയിൽ അവരുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് പൊതുവെ കൃഷി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അതിന്റെ ഒരു സ്പേസ് കാര്യങ്ങളും നമ്മൾ ഒഴിഞ്ഞു കൊടുത്തിട്ട് ബാക്കിയാണ് നമ്മൾ ഇന്റർലോക്കും കാര്യങ്ങളും പേവിങ്സും ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാം ഇപ്പൊ കലാറ്റി ആയാലും ഇതൊക്കെ ഒരു ചെറിയൊരു ഗ്രീൻ ബെൽറ്റ് ഇങ്ങനെ സൈഡിൽ കൂടെ പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ വീടിന്റെ നമ്മുടെ ബൗണ്ടറി വാളിൽ കണ്ട അതേപോലെ തന്നെ ഒരു ഹാൻഡ് റെയിൽ കണ്ടില്ലേ? അതിന് മുകളിൽ പനന്തടിയാണ് വെച്ചേക്കുന്നത്. പനന്തടി വെച്ചിട്ടുള്ളത് ഒരു ടെർമിനാലിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ എലിവേഷന്റെ ഒരു പാർട്ടാണ് ഇവിടെ ജാളി കേട്ടോ. ഇതൊക്കെ തന്നെയാണ് അകത്തോട്ടുള്ള ലൈറ്റും എയറും സർക്കുലേറ്റ് ചെയ്യാനൊക്കെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഒരു ഗ്രേ കളറും ഈ ടെറാക്കോട്ട കളറിന്റെ ഒക്കെ ഒരു ഭംഗിയാണ് വരുന്നത്. സ്ട്രക്ചറലി ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. സ്ട്രക്ചറൽ എലമെന്റ് കൊണ്ട് സപ്പോർട്ട് കൊടുത്ത് പിന്നെ അതിന്റെ അടിയിൽ സീലിംഗ് ഓടും കൊടുത്തിട്ടുണ്ട്. സ്ലോപ്പ് സ്ലാബിന്റെ മേലെ നമ്മൾ റൂഫിംഗ് ടൈല് വിരിച്ചതാണ്. ട്രസ് റൂഫ് അല്ല ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം വീടിന്റെ കളറുമായിട്ട് ചേരുന്ന രീതിയിൽ തന്നെയുള്ള സ്റ്റെപ്സും നല്ല ഡാർക്ക് കളറിലെ ലെപ്പോത്രയാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് ഔട്ടിലായാലും ഫോൾ സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഡയറക്റ്റ് സീലിംഗ് മൗണ്ടഡ് ആയിട്ട് തന്നെ നിങ്ങൾ അതിനുള്ള സ്ലോട്ട് കൊടുത്ത് അങ്ങനെ ചെയ്യുമായിരുന്നു. സ്റ്റെപ്സിന് കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് ആണെങ്കിൽ അത്യാവശ്യം ഒരു ഡാർക്ക് ഗ്രേ കളറിലെ ഒരു
5x3 സൈസ് അല്ലേ? സിമെന്റ് ഗ്രേ ആണ്, സിമെന്റ് കളർ. വിൻഡോയുടെ ഫ്രെയിമിന് കൊടുത്തേക്കുന്ന കളറൊക്കെ ആയാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു മിലിറ്ററി ഗ്രീൻ കളറിലെ ഫുള്ള് ഫർണിച്ചറും വിൻഡോസ് ഡോസ് ഒക്കെ തേക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം വിൻഡോയുടെ ഫ്രെയിം മാത്രമേ ഉള്ളൂ സ്റ്റീൽ കൊടുത്തിരിക്കുന്നത് അല്ലേ? ടെർമൈറ്റിന്റെ ഇഷ്യൂ നിങ്ങൾക്ക് അറിയാലോ, ഒരു റീജിയൻ ഇപ്പൊ ഒരുപാട് ഗ്രാവൽ നമ്മുടെ ഇങ്ങനത്തെ മണ്ണും കൂടെ മണ്ണായതുകൊണ്ട് മലബാരി റീജിയണിൽ പൊതുവെ ചെതലിന്റെ പ്രോബ്ലം കുറച്ചുകൂടി കൂടുതലാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇപ്പം ഫ്രെയിംസ് ഒന്നും വുഡ് പ്രിഫർ ചെയ്യാത്തത്. ടാറ്റ സ്റ്റീലിന്റെ ഫ്രെയിംസും ആണ് ഫുൾ കൊടുത്തിട്ടുള്ളത്. ഷട്ടേഴ്സ് ഫുൾ തേക്കിലാണ്. ഒരു ബ്ലൈൻഡ്സ് അല്ല പ്രോപ്പർലി, അപ്പം അത് ഓൾറെഡി പൊടിയൊന്നും കയറാതിരിക്കാനായിരിക്കും അല്ലേ? ഷട്ടേഴ്സിന്റെ ആ ഭംഗി അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. വെർട്ടിക്കൽ രീതിയിലും കൊടുത്തിട്ടുണ്ട്, നടുക്കലത്തെ വിൻഡോ ലീനിയർ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഫിക്സഡ് ഒന്നും അല്ല, ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഒരുപാട് സൈസ് എന്ന് പറയാനല്ല, എന്നാലും നല്ല മിനിമൽ രീതിയിൽ അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു നീറ്റ് സിറ്റ് ഔട്ട്. അതിൽ നല്ല എലഗന്റ് ആയിട്ടുള്ള 2 റെഡ് ആൻഡ് വീവ്ഡ് ചെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഷൂറാക്കും കൊടുത്തിട്ടുണ്ട്. ഷൂറാക്ക് ഇത് ഏതാ ഇത്? WPC ആണ്. ടോപ്പ് നമ്മൾ ഹാൻഡ് റെയിൽസിന് യൂസ് ചെയ്ത് പനന്തടിയാണ്. സിറ്റോണിനോട് ചേർന്ന് തന്നെ ഒരു ഗ്രീൻ സ്പേസ് പിന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. അത് ജാളി അകത്തുനിന്ന് വെളിയിലോട്ട് കാണാനായാലും ഭംഗിയായിരിക്കും ഇത് മുഴുവൻ വളരുമ്പോൾ, ഈ സൈഡിൽ ഇരുന്ന് കാണാനായാലും അല്ലേ? മെയിൻ ഡോർ ആയാലും വിൻഡോയുടെ ഒക്കെ ഒരു ഡിസൈൻ പാറ്റേണോട് ചേരുന്ന രീതിയിൽ തന്നെ ഒരു സൈഡ് പ്ലെയിൻ ആയിട്ടും ഒരു സൈഡിൽ മാത്രം അതേപോലെ ആ ബ്ലൈൻഡ്സിന്റെ ഒരു എഫക്ട് കൊണ്ടുവരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 1.2 വിഡ്ത്തിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ എലഗന്റ് ആയിട്ട് ഒരു ഹാൻഡിൽ, ജസ്റ്റ് ഒരു ഗ്രാബ് ഹാൻഡിൽ ഒരു സിമ്പിൾ ആയിട്ട് അതും കൊടുത്തിട്ടുണ്ട് അല്ലേ? ബ്ലാക്കിൽ മാത്രം. ഡോർ തുറന്ന് കയറുമ്പോൾ തന്നെ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് നേരെ കാണുന്നല്ലേ? ഇതും ഒരു കോർട്ട്യാർഡ് ആയിട്ട് തന്നെ പറയാം. സെമി കോർട്ട്യാർഡ്. ഒരു മിനിമൽ സ്പേസ് കോർട്ട്യാർഡ് ആയിട്ട് മേലെ നമുക്ക് ഇതുണ്ട്, ഗ്ലാസ് റൂഫ് വരുന്നുണ്ട് ലൈറ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ലൈറ്റ് ആണ് മെയിൻ പർപ്പസ്. അതെ. ഇവിടുത്തെ ഒരു ഫ്ലോറിങ്ങിനെ പറ്റിയിട്ട് പിന്നെ പറയാം. അതൊരു പാസേജ്, അതിന്റെ സൈഡിലായിട്ട് നമ്മൾ ആദ്യം കാണുന്ന ഒരു സ്പേസ് ആണ് ഫോർമൽ സ്പേസ് അല്ലേ? ഫോർമൽ ലിവിംഗ്. 7 സീറ്റർ സൗകര്യങ്ങളുള്ള കൗച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു റൂമിന്റെ കളർ തീമായിട്ട് ചേരുന്ന രീതിയിലുള്ള ഒരു ഇതൊക്കെയാണ് കൗച്ചും ഫാബ്രിക് സെലക്ഷൻ ഒക്കെയാണ്. അപ്പൊ ഇവിടെ മാത്രം ഒരു 4x2 തോന്നുന്നു അല്ലേ? 4x2 ആണ്. 4x2 ഒരു വുഡൻ വാൾനട്ട് ഷെയ്ഡ് ടീക്കിന്റെ തന്നെ ഒരു കോഫി ടേബിൾ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ അതേപോലെ തന്നെ ഒരു സർക്കിൾ റഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീലിംഗിൽ നമുക്ക് കാണാം, ഫോൾ സീലിംഗ് അല്ല, പക്ഷെ വേറൊരു പരിപാടി ചെയ്തേക്കുക. ഇത് എന്തുകൊണ്ടാണ്? ഇത് വുഡാണോ മെറ്റലാണോ? മറ്റേ GI ആണോ? ശരി, GI ചെയ്തിട്ട് അതിൽ പെയിന്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം വോളിന്റെ ആ ഒരു പ്ലെയിൻ ഒരു ഡൾ ലുക്ക് മാറ്റിയിട്ട് ഒന്നും കൂടെ അല്ലേ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഒരുപാട് വോൾ ഡെക്കോസും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. വളരെ മിനിമലായിട്ട് ഉള്ള ഒരു ഫോർമൽ ലിവിംഗ് സ്പേസ്. അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റും എയറും ഒക്കെ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു 3 സൈഡിലും വലിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ക്രോസ് വെന്റിലേഷനും കറക്റ്റ് ആയിട്ട് നടക്കും അല്ലേ? പിന്നെ നമ്മൾ സാധാരണ ഇങ്ങനെ കാണാറില്ല, ടോട്ടലി ആയിരിക്കും ഇത് കൊടുക്കുന്നത് കർട്ടൻ. ഇതിപ്പം ഫുൾ കർട്ടൻ ചെയ്യുമ്പോൾ ലൂവറിന്റെ പ്രസൻസ് നമുക്ക് എക്സ്റ്റീരിയറിൽ മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. പ്രൈവസി വേണ്ടത് ഗ്ലാസ് ഷട്ടേഴ്സിന് മാത്രമേ ഉള്ളൂ. മറ്റേ വുഡാണ് ഓൾറെഡി. അപ്പൊ ആ ഒരു ലൂവറിന്റെ ഫീൽ ഉള്ളിൽ നിന്ന് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഗ്ലാസിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് മറ്റേത് ഒഴിച്ചിട്ട് ബാക്കി ഒഴിച്ചിട്ട് ഭിത്തിക്ക് കൊടുത്തിരിക്കുന്ന കളർ ആയാലും ഒരു ലൈറ്റ് ഗ്രേ തന്നെയാണ്. നമ്മളപ്പം ഇനി ഡൈനിങ് സ്പേസും പിന്നെ ഒരു പാസേജും പിന്നെ അവിടെ ഒരു പച്ചത്തുരുത്തും ഡബിൾ ഹൈറ്റ് സ്പേസുമാണ്. ഈ ഒരു ടൈല് ചൂസ് ചെയ്യാൻ എന്തായിരിക്കും കാരണം? നമ്മളിവിടെ ഗ്രേ ചെയ്തത് ഡൈനിങ് സ്പേസും പ്ലസ് ഡബിൾ ഹൈറ്റ് ആണ്. ആ ഒരു ഏരിയനെ നമ്മൾ ഗ്രാനൈറ്റ് ആൻഡ് ഒരു ഗ്രേ ടൈൽ വെച്ച് സെപ്പറേറ്റ് ചെയ്തു. പാസേജ് സിംഗിൾ ഫ്ലോർ ആയിട്ട് അത് നമ്മളിങ്ങനെ ഒരു മൊറോക്കൺ വെച്ചിട്ട് അങ്ങനെ ഹൈലൈറ്റ് ചെയ്തു. ടൈൽ സൈസ് 1x1 ആണ് വരുന്നത്. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ചെറിയ ടൈല്, കുഞ്ഞു ടൈൽസ് വെച്ചിരിക്കുന്ന ആ ഒരു കണ്ടിന്യൂസ് ഫ്ലോ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു പാസേജിൽ. ഇങ്ങനെ ഈ ഒരു കോർട്ട്യാർഡ് സ്പേസ് നമുക്ക് പറയാൻ പറ്റുമോ എന്തായിരിക്കും ഈ ഒരു സ്പേസ്? മിനിമൽ ഏരിയ ഉള്ള ഒരു വീട്ടിൽ നമുക്ക് ഹെവി വലിയ സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ നമുക്ക് ബിഗ് കോർട്ട്യാർഡ് തന്നെ കൊടുക്കാം. ഒരു മിനിമൽ സ്പേസിൽ അവരൊരു എല്ലാവർക്കും വീട്ടിലൊരു ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ് എന്ന് പറയുന്നത് ഗ്രീൻ, എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അപ്പൊ അതിനൊരു ചെറിയൊരു മിനിമൽ കോർട്ട്യാർഡ് സ്പേസ് കൊടുത്തതാണ്. ചെറിയൊരു 2 പടിയൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ അല്ലല്ലോ അല്ലേ? അല്ല, ഫൈക്കസ്. അങ്ങനെ ഈ വിൻഡോസിൽ ജാളി യൂസ് ചെയ്തിരിക്കുന്നിടത്തെല്ലാം ഈ അലൂമിനിയം അൾജീരിയ ചെയ്തിട്ടുണ്ട്. പൊതുവെ ജാളി എല്ലാവരും ഓപ്പൺ ആയിട്ട് കീപ്പ് ചെയ്യും, പക്ഷെ ഡസ്റ്റ് ഉള്ളിൽ കയറുന്ന ഒരു ഇഷ്യൂ നല്ലോണം ഉണ്ട്. അപ്പം നമുക്ക് ജാളിന്റെ ഫീലും എയർ സർക്കുലേഷനും ആകുമ്പോൾ ഇത് സ്ലൈഡ് ചെയ്തിടാം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്തിടാം എന്നുള്ള രീതിയിൽ ജാളിക്ക് എല്ലായിടത്തും അൾജീരിയൻ സെക്ഷൻ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡബിൾ ഹൈറ്റ് എന്ന് പറയാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഹൈറ്റ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. 2 ഫ്ലോറിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റ്. നമുക്കൊരു ഗ്രില്ലും ഗ്ലാസ് ഒക്കെ വരുന്നുണ്ട് നാച്ചുറൽ ആയിട്ട്. GI ചെയ്തെടുത്തിട്ട് ഒരു പാറ്റേൺ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വെളിച്ചം ഈ ഒരു ഭാഗത്തോട്ട് വരുന്നുണ്ട്. ഈ 2 വിൻഡോസും അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു ഡൈനിങ് സ്പേസിലോട്ട് സത്യത്തിൽ നമുക്കൊരു ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ലൈറ്റ് വരുന്നുണ്ട്.
ചെയ്യുന്നതുകൊണ്ട് തന്നെ അതോടെ ഈ ഒരു വാളിനെ ഹൈലൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നാച്ചുറൽ ബ്രിക്ക് ക്ലാഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്ലസ് അതിനൊരു വുഡൻ മേളില് ഒരു വുഡൻ ബോർഡർ. അത് ഏതാണ്? ടീക്ക് തന്നെയാണ്. ഇവിടെ എല്ലാം ടീക്ക് തന്നെയാണ്. ഫുള്ള് ടീക്കിലാണ് യൂസ് ചെയ്തേക്കുന്നത്. 6 സീറ്റർ. അതുപോലെ ഇവിടെ ഒരു വലിയ വിൻഡോയും സെയിം കൊടുത്തിട്ടുണ്ട്. പെൽമെറ്റ് ഒക്കെ കൊടുത്തിട്ടാണ്. ഇപ്പം അങ്ങനെ പെൽമെറ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ടല്ലോ. ട്രഡീഷണൽ വീടുകളുടെ ഡിസൈൻ എന്ന് പറയുമ്പോൾ പെൽമെറ്റ് ആണ് അതിന്റെ ഒരു ഭംഗി. കണ്ടംപററി ആകുമ്പോൾ പെൽമെറ്റ് ഇല്ലാണ്ട് നമുക്ക് ചേരും. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു GI കൊടുത്തിട്ട് അത് എന്തുകൊണ്ട് ലൈറ്റ്? പൊതുവെ എല്ലായിടത്തും കാണും ഡബിൾ ലൈറ്റിൽ നമ്മൾ ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നമുക്ക് ടേബിളിലേക്ക് ഡിപ്പ് ഡൗൺ ചെയ്ത് കൊണ്ടുവരാൻ കുറച്ച് പണിയാണ്. ഇത്ര ഹൈറ്റ് ഒന്ന് ഒരു ചെറിയൊരു 1.5 ഫ്ലോർ ഹൈറ്റ് ഒക്കെ ആകുമ്പോൾ അത് നമുക്ക് ഹാങ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഫാൻ ഓൺ ചെയ്താൽ ഈ ലൈറ്റ്സ് ഇങ്ങനെ ആടിപ്പോകുന്ന ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു റോഡ് കൊടുത്തിട്ട് അതിലങ്ങനെ ഫിക്സ് ചെയ്ത്. ഓപ്പൺ കിച്ചൺ ആണ് അല്ലേ? ഇപ്പൊ ഇവിടെ സെർവിംഗും നടക്കും എന്നാ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാം. ബോർഡർ കൊടുത്ത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചെറിയ സ്പേസ് ആണ് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈ ഒരു ഏരിയ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും. ഇവിടെ 2 ചെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടീക്കിന്റെ ചെയറാണ്. ഇവിടെ നമ്മൾ എന്താ ലാമിനേറ്റ് ചെയ്തേക്കുന്നത് വാൾനട്ട് ഷെയ്ഡ് അല്ലേ? അങ്ങനെ. പിന്നെ നല്ല 2 ആംബിയൻ ലൈറ്റ്സ് ഒക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിച്ചണിലോട്ട് കയറാം. ഓക്കെ, കിച്ചൺ വളരെ നല്ല നീറ്റ് ആൻഡ് എലഗന്റ്, വളരെ ചെറിയ മിനിമൽ കിച്ചൺ. അവർക്ക് പൊതുവെ എല്ലാം ട്രഡീഷണൽ മിനിമൽ ലുക്കിലാണ് അവർക്ക് വേണ്ടത്. നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് വരുന്ന സ്പേസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും മിനിമൽ ആയിട്ടുള്ള സംഭവങ്ങളേ ഉള്ളൂ എല്ലാം. ഈ ഒരു കളർ ഒരു ഗ്രീൻ ത്രൂ ഔട്ട്, എന്താ ഇത് കളർ? PU പെയിന്റില് ഒലീവ് ഗ്രീൻ ആണ് നമ്മൾ ചൂസ് ചെയ്തത്. കാർ പെയിന്റ് ആണ്. വെഹിക്കിൾ പെയിന്റ്. അതെ, വെഹിക്കിൾ പെയിന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടോപ്പ് ക്യാബിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ വിൻഡോ കൊടുത്തു. ബാക്ക് സ്പ്ലാഷ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ടൈലും നല്ല എലഗന്റ് ആയിട്ടുണ്ട്. ഏതിന്റെ ആയത്? ലാമിറ്റിന്റെ ടൈൽ. അപ്പൊ ഈ ഒരു ഗ്രീനും ഈ ഒരു വൈറ്റും ആ ഒരു കോമ്പിനേഷൻ, അതുപോലെ തന്നെ ഈ കൗണ്ടർ ടോപ്പ് ആയിട്ട് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഗ്രാനൈറ്റ്. അപ്പം അതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു ബ്ലെൻഡ് ആണ് ഈ ഒരു മിനിമൽ കിച്ചൺ. പൊതുവെ ട്രഡീഷണൽ കുറെ മുമ്പുള്ള ഒരു ഡോർ കോൺസെപ്റ്റ്. നമുക്ക് ഇത് ക്ലോസ് ചെയ്തിടാം, ഇത് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാല് ഈ പൂച്ചയും കിച്ചണിലേക്ക് കയറുന്ന ഇഷ്യൂ അങ്ങനെ ഉണ്ടാവില്ല. എന്റെ ഒക്കെ വീട്ടില് ഇങ്ങനത്തെ കിച്ചൺ ഡോർ ആണുള്ളത്. അടിവശം ഇങ്ങനെ ലോക്ക് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ നടക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ്. ഇതിപ്പോ നമ്മൾ കുറെ ആയി ഇങ്ങനെ ഒരു കാര്യം തിരിച്ചു വരുന്നത് കണ്ടു. അപ്പുറത്തൊരു ചെറിയ വർക്കിംഗ് കിച്ചൺ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. യൂട്ടിലിറ്റി ആയിട്ട് അവിടെയാണ് ഫ്രിഡ്ജും ഒക്കെ വെച്ചിട്ടുള്ളത്, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇവിടെ ആയിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത് അല്ലേ? ഫ്ലോർ മൗണ്ട് വാഷ് ബേസിൻ ചെയ്തിട്ടുള്ളത്. സിമ്പിൾ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും ചെയ്ത് ടോപ്പ് ബൗൾ കൊടുക്കുമ്പം അതിന് കുറേ ഡിമെറിറ്റ്സും ഉണ്ട്. ഇപ്പം നമുക്ക് ബൗളിൻ്റെ ചുറ്റും ഈ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് അണ്ടേർട്ടി ആവുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ഒരു ഫ്ലോർ മൗണ്ട് വാഷ് ബേസിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിനൊക്കെ ഒരു മാച്ച് ആവുന്ന രീതിയിൽ ഒരു ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്ലാഡിങ്ങും ചെയ്ത് വാഷ് അറ്റാച്ച്. അതെ. ബെഡ്റൂംസ് കാണാം. അപ്പൊ എത്ര ബെഡ്റൂമുള്ള? 3 ബെഡ്റൂംസ് ആണ് ഉള്ളത്. പ്ലസ് 1 മജ്ലിസ് ഉണ്ട് കേട്ടോ. ഒരു ഫ്ലോർ മജ്ലിസ് ആയിട്ട്. ബെഡ്റൂമിലോട്ട് പോകുന്ന വഴി സ്റ്റെയർ കേസ്. അപ്പൊ ഇവിടെ ഒരു വലിയ മിറർ കൊടുത്തിരിക്കുന്ന സ്റ്റെയറും കൂടി വന്നുകൊണ്ട് കുറച്ച് നാരോ പാസേജ് ആണ്. അപ്പം പൊതുവെ മിറേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് തോന്നാൻ ഫീൽ ചെയ്യാം. പിന്നെ ഒരുങ്ങി ഇറങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പോകാൻ അതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സീറ്റിംഗ് സ്പേസ് പിന്നെ ഒരു രത്തൻ ഫിനിഷ് ഒക്കെ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബോക്സ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ആക്ച്വലി ഇൻവെർട്ടർ ആണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത്. അപ്പൊ എയർ സർക്കുലേഷനും കൂടി മീൻ ചെയ്തിട്ട് നമ്മൾ റത്തൻ കൊടുത്തതാണ്. അപ്പൊ നീറ്റ് ഒരു ഫിനിഷ് സ്റ്റെയറിന്റെ അടിയിൽ കിട്ടും. ഓക്കെ, അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു. അതെ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ഗ്ലാസ് കൊടുത്തിട്ടുള്ള ഒരു ഡോർ എന്ന് പറയുമ്പോൾ ഇവര് പ്രപ്പോസ്ഡ് കാർ പോർച്ച് ഏരിയ ഇവിടെ വരുന്നത്. അപ്പൊ പോർച്ച് എൻട്രി ആയിട്ടാണ് ഇവിടെ ഒരു ഡോർ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ബെഡ്റൂമിലോട്ട് ബെഡ്റൂമിലെ ഡോർസ് തേക്കാണ് ആക്ച്വലി. പക്ഷെ ഇത് PU പെയിന്റ്, പൗഡർ കോട്ടിംഗ് പെയിന്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഇത് മാസ്റ്റർ ബെഡ്റൂം അല്ല, മാസ്റ്റർ ബെഡ്റൂം മേളിലാണ്. ഇപ്പൊ താഴത്തെ ഫസ്റ്റ് ബെഡ്റൂം അതെ, ഫുൾ ടേക്കിലാണ് ചെയ്തിട്ടുള്ള. സിമ്പിൾ ഡിസൈൻ ആയിട്ടുള്ള ചെയ്തിട്ടുള്ളത്. പൊതുവെ ക്ലയൻസ് എല്ലാം ഇപ്പോൾ അതായത് ലോങ് ലാസ്റ്റിംഗ് ഡിസൈൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. സിമ്പിൾ ആൻഡ് എലഗന്റ് ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫ്ലോർ ടു സീലിംഗ് എന്നുള്ള രീതിയിലല്ല ചെയ്തിട്ടുള്ളത് അല്ലേ? അതും നമ്മൾ ഇവരുടെ അവരുടെ റിക്വയർമെന്റ് ആയിരുന്നു. സാധാരണ ഫ്ലോർ ടു സീലിംഗ് ആണ് വരുന്നത്. അതിൽ ചെറിയ സ്ട്രിപ്സ് ഒക്കെ കൊടുത്തൊരു നമ്മുടെ ബെഡ് ആണെങ്കിലും വളരെ സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ട് വെർട്ടിക്കൽ റൗണ്ട്
പൈപ്സ് പോലെ കൊടുത്തിട്ടുള്ള തേക്കിൽ തന്നെ ചെയ്തെടുത്തേക്കാണ്. അവിടെ ഒരു ലെങ്തി ആയിട്ടൊരു കൺസോൾ ടേബിൾ തന്നെ കൊടുത്തിരിക്കുന്നത്. സൈഡ് ടേബിളിന് പകരം കൺസോൾ ടേബിൾ ഒരു സൈഡിലായിട്ട് അങ്ങനെ കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയൊരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്, ഷിയറും ബ്ലാക്ക് ഔട്ടും കൊടുത്തിട്ടുണ്ട്. എനിക്ക് 50% ഉള്ള രീതിയിലാണ് ലൈറ്റ് വരുന്നത്. ഇവിടെ ഒരു വാഷ്റൂം അറ്റാച്ചും ചെയ്തിട്ടുണ്ട് അല്ലേ? റൂമിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു പ്രപ്പോസ്ഡ് ഡ്രസ്സിംഗ് സ്പേസും വരുന്നുണ്ട്. അപ്പോൾ സ്റ്റെയർ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ GA-യിൽ തന്നെ ചെയ്തിട്ട് വുഡ് ഒക്കെയാണ് കാരണം. ഇത് പാമാണ് പാമിൽ തന്നെ ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട്. ഡോർ ഫ്രെയിംസ്, ഡോർ ഷട്ടേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈനാണ് സ്റ്റെയർ കേസ്. റൈസും ത്രെഡും തമ്മിലൊന്നും ഒത്തിരി ഇതില്ല, നമുക്ക് കൂളായിട്ട് കയറി പോകാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ലാൻഡിങ് സ്പേസിൽ തന്നെ നമ്മളൊരു മെസനൈൻ ഫ്ലോർ പോലെ തന്നെ സെറ്റ് ചെയ്ത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഓക്കെ, ഇതാണ് സീറ്റിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല ലെങ്തിലും വിഡ്ത്തിലും ഒക്കെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടുന്ന് നല്ല വെളിച്ചമൊക്കെ കിട്ടാനായിട്ടുള്ള ജാലി വർക്ക്സ്, നമ്മൾ ആ എലിവേഷനിൽ കാണുന്ന ആ മെയിൻ ജാലി ഏരിയ ഇതൊക്കെ തന്നെയാണ് അല്ലേ? ഇവിടോട്ട് ആ വെളിച്ചമൊക്കെ വരുന്നുണ്ട്. 4 സ്റ്റെപ്പൊക്കെ കയറി വേണം നമ്മൾ അങ്ങോട്ട് കയറി പോകാനൊക്കെ. അതൊരു വേറെ രസമാണ് അല്ലേ? നമുക്ക് ആ ഒരു ബെഡ്റൂമിലോട്ട് കയറാം. മാസ്റ്റർ ബെഡ്റൂമാണിത്. ഓക്കെ, സാധാരണ നമ്മൾ മെസനൈൻ ഫ്ലോറിൽ ചെറിയൊരു ബെഡ് സ്പേസോ അങ്ങനെയൊക്കെ ആയിരിക്കും കാണുന്നത്. ഒരു മെസനൈൻ ഫ്ലോറിൽ നിങ്ങൾ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ സൈസൊക്കെ ഏകദേശം എത്ര വരുമായിരിക്കും? 12 feet by more than 13 feet വരുന്നുണ്ട്. അത്രയും വരുന്നുണ്ട്. വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു കിങ് സൈസ് ബെഡ് കൊടുത്തിട്ടുണ്ട്. വുഡിൽ ചെയ്തെടുത്തിട്ടുള്ള ഹെഡ് സ്പേസ് ആണെങ്കിലും ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ തന്നെ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചത്? അപ്പോൾ ഇവിടെ ഒരു ലെങ്തി ആയിട്ടുള്ള നല്ല ഒരു വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നടുക്ക് ഇങ്ങനെ ഗ്ലേസ്ഡ് ആയിട്ടും 2 സൈഡിലും ഷർട്ടേഴ്സ് ഇങ്ങനെ ഗ്രൂവേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്? ഇതിന്റെ ആ ഒരു കംപ്ലീറ്റ് ഓപ്പണിംഗ് ആണ്. ബട്ട് ഇത് വലിയ ഷട്ടർ ആവുമ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാതെ തന്നെ മറ്റേ ലോവർ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സർക്കുലേഷൻ കാര്യങ്ങളും കിട്ടും. ഇതിപ്പോ ലൈറ്റിംഗ് ആണ് വെച്ചത്. ബട്ട് മെയിൻ്റനൻസിന്റെ സമയത്തോ ക്ലീനിങ് സമയത്തൊക്കെ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് ഓപ്പണിംഗ് ഇഞ്ചസ് കൊടുത്തതാണ്. അതൊരു നല്ല കൺസെപ്റ്റ് ആണ് അല്ലേ? നടുക്ക് മാത്രം വെളിച്ചം ഓവറായിട്ട് കയറാത്ത രീതിയിൽ. ഓക്കെ, നല്ലൊരു കളർ കോമ്പിനേഷനിൽ ഒരു പേസ്റ്റൽ കളറിലെ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലാക്സിങ് ചെയർ ഒക്കെ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തെടുത്തു തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിന് വേണ്ടി. ഓക്കെ, ഇവിടെയാണെങ്കിൽ ഒരു ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സ് പോലെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് എന്താ? നമ്മുടെ ഒരു കൺസോൾ എന്നുള്ളൊരു കൺസോൾ പ്ലസ് സീറ്റിംഗ്. ഇത് സ്റ്റൂളായിട്ട് കൊടുത്തിട്ട് വേറൊരു ഡിസൈൻ. അപ്പോൾ ഇവിടെ ഒരു ലെങ്തി മിററൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരുങ്ങാനൊക്കെ ഉള്ള രീതിയിൽ. ഒരു വാർഡ്രോബ് വളരെ നീറ്റായിട്ട് ചെയ്തെടുത്തു. ഫ്ലൂട്ടഡ് ഗ്ലാസ്സിൽ ഒരു വാർഡ്രോബ് പ്ലസ് ഇവിടെ ഒരു ബാത്റൂം ഒരു നീറ്റായിട്ടുള്ള രീതിയിൽ. എനിക്ക് പിന്നെ ഈ ഒരു ഡിസൈൻ ഇഷ്ടമായി. ജോർജിയൻ ബാസിന്റെ ഈ ഒരു ഡിസൈൻ വരുമ്പോൾ തന്നെ അതിനൊരു എലഗൻസ് ഉണ്ട്. വുഡിലൂടെ കണ്ടപ്പോഴത്തേക്ക് നല്ല രസമുണ്ട്. അങ്ങനെ 2 ബെഡ്റൂം കഴിഞ്ഞ് താഴെയുള്ള വേറെ ഒരു ബെഡ്റൂം കൂടിയുണ്ട് അല്ലേ? പക്ഷെ അത് താഴത്തെ തന്നെ സെയിം ബെഡ്റൂം തന്നെയാണ്. അങ്ങനെ മൊത്തം 3 ബെഡ്റൂം ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ മെസനൈൻ ഫ്ലോറിലെ ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വേറെ കുറച്ച് സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് വന്നു അല്ലേ? നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്നു. അപ്പൊ ഇവിടെ നമുക്ക് ആ ഡബിൾ ഹൈറ്റ് നമ്മൾ ആ താഴെ കണ്ട ആ സെയിം ഹൈറ്റ് ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിമെന്റ് ടെക്സ്ചർ, ഇത് ടെക്സ്ചർ പെയിന്റ്, റോയൽ ടെക്സിന്റെ ടെക്സ്ചർ പെയിന്റ് നമ്മൾ താഴെയൊക്കെ ആ ഒരു വോളിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ ഈ ഒരു ഫ്ലോറുമായിട്ട് ഒരു മാച്ചിങ് ഉണ്ട് ഈ ഒരു കളറിന് അല്ലേ? നമുക്ക് കാണാൻ പറ്റും താഴെ ആ ഒരു ബ്രിക്ക് ക്ലാഡിങ് ചെയ്തിട്ടുണ്ട്. അതും ആ കളറും അതുപോലെ തന്നെ ഈ ഒരു ടെക്സ്ചർ പെയിന്റും ഒക്കെ ആയിട്ടുള്ള ഒരു കേക്ക് വുഡും കോമ്പിനേഷനിൽ ഈ ഒരു പാസേജിലൂടെ ഇപ്പുറത്തൊരു ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണി നമുക്ക് കാണാം. നല്ല ഇവിടെ നിന്നാൽ ഈ ഒരു പ്രദേശത്തിന്റെ ആ ഒരു ഭംഗി, മരങ്ങളും മലകളും എല്ലാമാണ് ഈ ഒരു ഭാഗത്തിന്റെ ഒരു പ്രത്യേകത. നിലമ്പൂർ അതുപോലെ തന്നെ ഇവിടെ നിന്ന് കുറച്ചൊക്കെ ആസ്വദിക്കാനും പറ്റുന്ന രീതിയിലാണ്. ഇത് സെയിം നമ്മൾ സ്റ്റെയറിൽ യൂസ് ചെയ്തിട്ടുള്ള പാമാണ് ഇവിടുത്തെ ഹാൻഡ് റെയിലായിട്ട് പോയിട്ടുള്ളത്. നമുക്കിനി ഒരു മജ്ലിസ് സ്പേസും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മജ്ലിസ് സ്പേസ്. അതെ, സെറ്റായി വരുന്നതേ ഉള്ളൂ. അതെ, ഇത് സെറ്റായി വരുന്ന മജ്ലിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മാറ്റൊക്കെ ഇട്ടിട്ട് ഫ്ലോറിൽ ഇരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് മജ്ലിസിന് വരുന്നത്. അങ്ങനെ ഒരു മജ്ലിസ് സ്പേസ് ആണ് ഇത് വെച്ചിട്ടുള്ളത്. ബെഡ്റൂം അല്ല, മജ്ലിസ് ആണ്. ഓക്കെ, ഫുൾ ചാലു ആയിട്ടില്ല എല്ലാ കാര്യങ്ങളും എന്നുള്ളത് സംസാരിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇനി അവർ സെറ്റാക്കി വരുന്നതേ ഉള്ളൂ. എല്ലാം ബേസിക് ആയിട്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ട്.